എന്താ എന്താ ശരിക്കും ഉണ്ടായത്? അതെ, ഒരു കുഞ്ഞിന്റെ കരച്ചില് കേട്ടാ ഞാനും വിജയലക്ഷ്മിയെ എഴുന്നേൽക്കുന്നത്. വാതിൽ തുറക്കുമ്പോ പടിക്ക് താഴെ ഒരു കുഞ്ഞ് കിടക്കുന്നു. ആരായാലും അന്തിച്ചു പോകത്തില്ലേ? അപ്പോഴാ തൊട്ടടുത്ത വീട്ടിലെ ആള് വന്ന് പറയുന്നേ, രാജീവിന്റെ ഭാര്യ ട്രെയിനിന്റെ മുന്നിൽ ചാടിയെന്ന്. അപ്പോഴാ ഞങ്ങൾക്ക് മനസ്സിലാകുന്നേ അത് ശാരിയുടെ കുഞ്ഞാണെന്ന്. വീടിന് മുന്നേ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടിട്ട് മനഃപൂർവ്വം ചാടുകയായിരുന്നു ലക്ഷ്യമെന്ന്. ചാകാനായിരുന്നില്ല, ഞങ്ങളെ ഒന്ന് പേടിപ്പിക്കാൻ. അല്ലാതെന്താ? ചാകാനാണ് ചാടിയതെങ്കിലേ ഇതിനോടകം എല്ലാ ചടങ്ങുകളും നടത്തിയേനെ. ഇത് പേടിപ്പിക്കാൻ ചാടിയതാന്നേ. എന്നിട്ട് മോൾ എവിടെ? അത് ആരുടെ കുഞ്ഞാണെങ്കിലും കൊച്ചു കുഞ്ഞല്ലേ. തള്ള ഉപേക്ഷിച്ചിട്ട് പോകുന്നത് പോലെ മറ്റുള്ളവർക്ക് അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? നമ്മുടെ കുടുംബത്തിലും കുട്ടിയും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളതല്ലേ. മോൾ എവിടെയെന്നൊന്ന് പറ. കൊച്ചിനെ വിജയലക്ഷ്മി കൊണ്ടുവരും. നന്മയുള്ളൊരു മനസ്സുണ്ടായിപ്പോയതിന്റെ പേരില് സഹായിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കൊച്ചു സുരക്ഷിതമായിരിപ്പുണ്ട്. അല്പ കഴിയുമ്പോ കൊണ്ടുവന്ന് തരും. മോൾ അന്യ വീട്ടിലൊന്നും അല്ലല്ലോ നിൽക്കുന്നേ, മോളുടെ അച്ഛന്റെ വീട്ടിലല്ലേ. അപ്പോ സാവധാനം കൊണ്ടുവന്നാ മതി. ഇയാളാരാ? മനസ്സിലായില്ല. ഞാൻ ആരേലും ആയിക്കോട്ടെ, പറഞ്ഞത് ശരിയല്ലേ? ഏയ്, ആ ഒരു ബന്ധത്തിന്റെ പേരിലല്ല ഞങ്ങൾ ആ കൊച്ചിനെ നോക്കിയത്. അങ്ങനെ ഒരു ബന്ധവും വേണ്ടെന്നാ വിജയലക്ഷ്മി പറഞ്ഞത്. അങ്ങനെ രക്തബന്ധം പെട്ടെന്നൊക്കെ ചവിട്ടി മെതിച്ച് കളയാൻ പറ്റുന്ന ഒന്നാണോ? മാത്രമല്ല, അമ്മാവനല്ലല്ലോ അങ്ങനെ ഒരു തീരുമാനം പറയേണ്ടത് രാജീവ് സാറല്ലേ. എന്റെയും വിജയലക്ഷ്മിയുടെയും വാക്കുകൾക്കപ്പുറത്തേക്ക് രാജീവിന് സ്വന്തമായിട്ടൊരു വാക്കില്ല. ഇനി അതും പ്രതീക്ഷിച്ച് ആരും നിൽക്കുകയും വേണ്ട. അപ്പൊ പറഞ്ഞു വരുന്നത്, ശാരികേച്ചി ട്രെയിനിന് മുന്നിൽ ചാടിയതിന് രാജീവ് സാറിനോ നിങ്ങൾക്കോ യാതൊരുവിധ പങ്കും ഇല്ലെന്നാണോ? ഏയ്, ഞങ്ങൾക്കെന്ത് പങ്ക്? ഇങ്ങനെ ഒരു കൈക്കുഞ്ഞിനെ കൊണ്ട് കിടത്തിയത് തന്നെ ആ പെണ്ണിന്റെ ഭ്രാന്ത് ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ? അല്ലെങ്കിൽ തന്നെ ഇതുപോലൊരു ഭ്രാന്തി പെണ്ണിനെ ആരെങ്കിലും അരഞ്ഞുകൊണ്ട് കൂടെ കൂട്ടുവോ? ഇതുകൊണ്ട് തന്നെ ആ രാജീവ് പോയി കളഞ്ഞേ. ചേച്ചിയെ നിങ്ങൾ വീണ്ടും ഭ്രാന്തിയാക്കാൻ നോക്കുകയാണോ? പിന്നെ ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ എന്താ? സംശയം ഉണ്ടെങ്കില് ഡോക്ടറോട് തന്നെ ചോദിച്ചു നോക്ക്. ഡോക്ടർ പറയും ശാരികയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെ കുറിച്ച്. ചെന്ന് ചോദിക്ക്. ശിവ, ഞാനിന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. അതുവരെ ഇയാളുടെ കൂടെ നിൽക്കണം. ഇയാള് കമ്പനി ഇല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് പൊയ്ക്കളയും. ശാലിനി പോയിട്ട് വാ, ഇത് ഞാൻ നോക്കിക്കോളാം.